ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പിന്നെയും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. എല്ലാ മഹത്വവും തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചു പോയത് സാധാരണ നമ്മളങ്ങനെ പറയാറില്ലാത്തതുമായ ഒരു വിഷയമായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരത്തിൽ വന്ന ഒരു വീഡിയോ. ആ വീഡിയോ പെന്തക്കോസ്ത് സമൂഹത്തിലെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ശുശ്രൂഷകൻ പറയുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചു പോയത്. അങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ചു പോയപ്പോൾ ആ ശുശ്രൂഷകൻ പരസ്യമായ ആ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളെ നമ്മൾ പരാമർശിച്ചിരുന്നു. അത് വളരെ കൃത്യമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഞാനത് ഒന്നും കൂടെ ഊന്നി പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനായിട്ട്. അതായത് വചനവിരുദ്ധമായ കാര്യങ്ങൾ, ഉപദേശ പെശകുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ പറയും, ഇന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുപോലെയല്ല, ഒരു സമൂഹത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പ്രസംഗകർ പറയുമ്പോൾ, ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്നവർ പറയുമ്പോൾ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കും. അതേസമയം സോഷ്യൽ മീഡിയയിൽ പല കമൻസൊക്കെ എഴുതുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നവരോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതൊക്കെ പറയുമ്പോൾ അതിന് അത്രയ്ക്കുമേ ആധികാരികത വരുന്നുള്ളൂ. അല്ലാത്ത നിലയിലേക്ക് വരുമ്പോൾ അതിനൊരു ഗൗരവം വരും. ഇവരുടെ സമൂഹം ഇങ്ങനെയാണോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. അതുപോലെ തന്നെ ഒരു തെറ്റായ പദപ്രയോഗം നമ്മൾ കഴിഞ്ഞ ആ മെസ്സേജിലൂടെ പറഞ്ഞു. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വരുന്ന ആളുകൾക്ക് തക്ക സമയത്ത് വിവാഹം നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളതിനു വേണ്ടി ഉത്സാഹിക്കുന്നില്ല, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു അലിഖിത നിയമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്തരക്കാരായ ആളുകളോട് സുവിശേഷം പറയുന്നത് എന്തിനാണ്, നിങ്ങളങ്ങനെ പറയുന്നതൊക്കെ നിർത്തിവെക്കുക എന്നുള്ള ആ ഒരു ധ്വനി വരുന്ന സംസാരം വന്നപ്പോൾ നമ്മളതിനോട് വിയോജിച്ചുകൊണ്ട് കർക്കശ്യമായ നിലയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത്, എന്തും മണ്ടത്തരമാണ് ഈ പറയുന്നത്. ഇതിനകത്തേക്ക് ആളുകൾ വരുന്നത് കല്യാണം കഴിക്കാനാണോ? മനുഷ്യസഹജമായ കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മളതിൽ അണ്ടർസ്റ്റുഡാണ്. കല്യാണം കഴിക്കേണ്ടതുകൊണ്ട് അവരുടെ ഭാവി, മുൻപോട്ടുള്ള കാര്യങ്ങളെല്ലാം ആ നിലയിൽ പോകേണ്ടതുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. രക്ഷയുടെ മഹത്വം കളഞ്ഞു കുളിക്കുമാറ് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ വെക്കാൻ പാടില്ല. രക്ഷയ്ക്ക് വലിയ ഗൗരവമല്ലേ? അതായത് ഒരു മനുഷ്യൻ നിലയില്ലാ കയത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയാണ്. ഇനി സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അവൻ തീരാൻ പോവുകയാണ്, മുങ്ങിച്ചാകാൻ പോവുകയാണ്. ആ സമയത്ത് അവനൊരു കച്ചിത്തുരുമ്പ് കിട്ടുകയാണെങ്കിൽ ആ കച്ചിത്തുരുമ്പിൽ കയറി അവൻ പിടിക്കും. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പറയാറ്? അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പാപബോധത്താൽ പിടിക്കപ്പെട്ട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തി ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഉപദേശി പറയാണ്, എന്തിന് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു? നിങ്ങൾ സറണ്ടർ ചെയ്യപ്പെട്ട് ഇങ്ങനെ വന്ന് നിങ്ങൾ പിന്നെ ചാനപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെവിടെ ഒരു മനുഷ്യൻ കെട്ടിക്കില്ല, നിങ്ങൾക്ക് പെണ്ണും കിട്ടില്ല, നിങ്ങൾക്ക് ചെറുക്കനെയും കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയാം, എന്നാലൊരു കാര്യം ഞാൻ മുങ്ങിച്ചാകട്ടെ, കല്യാണം നടക്കൂല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് രക്ഷിക്കുന്നത്, ഞാൻ മുങ്ങിച്ചത്തേക്കാം എന്നാരെങ്കിലും പറയുമോ? നിങ്ങളതൊന്ന് ബാലൻസ് ചെയ്ത് ചിന്തിക്കണം. അപ്പോൾ അത് ചിന്തയില്ലാത്ത വർത്തമാനങ്ങളാണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പരിശ്രമിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് വന്നതിന് ശേഷം ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ വീഡിയോ യൂട്യൂബിലൊക്കെ എത്തി. നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ കുറേ കമൻസ് വന്നു. അതിൽ ചില അവകാശവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞ പെൺകുട്ടി ഞാനാണ്, അല്ലെങ്കിൽ അതിലെ മണവാട്ടി ഞാനായിരുന്നു, വേറൊരാൾ ഞാനായിരുന്നു അമ്മ, മറ്റൊരാൾ ഞാനായിരുന്നു പിതാവെന്നോ അല്ലെങ്കിൽ ഞാനായിരുന്നു ഭർത്താവെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കമൻസി വന്നിരിക്കുന്നത്. നോക്കണം സഹോദരങ്ങളെ, ആ മെസ്സേജിനകത്ത് നമ്മൾ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. സമാനമായി വേറെയും പലരും പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നതാണ്, മറ്റു പലരും പറഞ്ഞത് അവിടെ നടക്കുന്ന ഇവിടെ നടന്നതാ എന്നൊക്കെ പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സമാന സ്വഭാവമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും നടക്കാറുണ്ട്. ഒരിക്കൽ ഞാൻ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പ്രസംഗ മധ്യേ പറഞ്ഞു, ന്യൂസിലാൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോകുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് കയറിയിട്ട് പെട്ടെന്ന് ആവേശം മൂത്തിട്ട് കണ്ണി കാണുന്ന എല്ലാം ലോൺ കിട്ടും, അപ്പോൾ എല്ലാം കയറി മേടിച്ചേക്കരുത്, ആലോചിച്ച് പിടിച്ച് ദൈവഹിതം മനസ്സിലാക്കി അതിനനുസരിച്ചൊക്കെ പോകണമെന്ന് ഒരു മെസ്സേജിൽ പറഞ്ഞു. അവിടെ ചിലപ്പോൾ 1 രൂപ പോലും കൊടുക്കാതെ ഒരു കാറൊക്കെ കിട്ടും. അപ്പോൾ 90-100 വർഷത്തേക്കൊക്കെ മോർട്ട്ഗേജിൽ ഈ സാധനം കിട്ടും, 100-150. നമ്മൾ 150 വർഷം ജീവിക്കുമോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഞാനിങ്ങനെ പ്രസംഗിച്ച് പോവുക. കുറേ നാൾ കഴിഞ്ഞൊരു നാട്ടിലുള്ളൊരു സഹോദരൻ എന്നോട് ഇച്ചിരി ചൂടായ നിലയിൽ സംസാരിച്ചു.
നിങ്ങൾ എന്തർത്ഥത്തിലാണ് വില കൂടിയ കാറ് മേടിക്കരുത്, ലോൺ എടുത്ത് മേടിക്കരുത്, അങ്ങനെ മേടിക്കരുത്, ഇങ്ങനെ മേടിക്കരുതെന്നൊക്കെ പ്രസംഗിച്ചത്? ഈ സഹോദരന് ആ സമയത്തൊരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അതിൻ്റെ ചില ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ എനിക്ക് ഇന്നിന്ന കാര്യങ്ങളിൽ സഹായകരമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഫെസിലിറ്റിയൊക്കെ വെച്ചത്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. ഞാൻ ന്യൂസിലാൻഡിലെ സഹോദരങ്ങളോടാണ് പ്രസംഗിച്ചത്. അവിടെയൊക്കെ പോയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ തലവെക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ തലവെക്കുമ്പോൾ സൂക്ഷിക്കണം. എല്ലാത്തിലും കയറി തലവെക്കരുത്. പണമിടപാട് കാര്യങ്ങളാണ്, പണം മടക്കി കൊടുക്കേണ്ടതാണ്, വെറുതെ അല്ല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ആലോചിച്ച് ചെയ്യണമെന്നുള്ള കാര്യമേ പ്രസംഗത്തിൽ പറഞ്ഞുള്ളൂ. അപ്പം നമ്മളെ അറിയാവുന്നൊരു സഹോദരൻ വിദൂര ദിക്കിലിരുന്ന് അദ്ദേഹം അത് ചിന്തിച്ചു, അത് എൻ്റെ കാര്യം തന്നെയാണ്, ഞാൻ ഇപ്പം മേടിച്ച കാറിൻ്റെ കാര്യമാണ്, അത് ഇത്തിരി വില കൂടിയ കാറാണ്, ആ കാറിനെ കുറിച്ച് എന്തോ അറിവ് കിട്ടിയിട്ടാണ് ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞെന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. ദൈവമേ, ഞാൻ സ്തംഭിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് പലരും പല കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാൻ ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ശുശ്രൂഷാമുഖത്ത് നിന്ന് ആ ഉപദേശിക്ക് മനസ്സിലാകും, അദ്ദേഹത്തിന് മനസ്സിലാകും. വേറെ ആളുകൾക്ക് മനസ്സിലാകണമെന്ന് വെച്ചാൽ വേറെ ആർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, വേറെ ആർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ജനറലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ആ മെസ്സേജിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനൊരു കല്യാണത്തെക്കുറിച്ചും അതിലെ വധുവരന്മാരെക്കുറിച്ചൊക്കെ ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു വിടുന്നത്. എന്നിട്ട് ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചു, അവരൊക്കെ എത്രയോ നാൾ മുമ്പ് കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുകയായിരിക്കും. നമുക്ക് അവരെ ഒന്നും ഇതിനകത്തേക്കൊന്നും വലിച്ചഴക്കേണ്ട ആവശ്യമില്ല, അവരവരുടെ സ്വസ്ഥതയിലായിരിക്കട്ടെ എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെ ചിന്തിച്ചത്. ആ മെസ്സേജിനകത്തുനിന്ന് ചില സന്ദേശങ്ങളുണ്ട്, ആ സന്ദേശങ്ങൾ എടുത്താൽ മതി, അല്ലാത്ത കാര്യത്തിലേക്ക് ഒന്നും ആരും പോകണ്ട എന്നുള്ളൊരു സൂചനയും നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അവരെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് താല്പര്യമില്ല. അവരവരുടെ സ്വസ്ഥതയിൽ ജീവിക്കട്ടെ. അവരുടെ കമൻസിനൊന്നും നമുക്ക് മറുപടിയില്ല. അവരാരാണോ ഏതാണോ എന്താണോ അതൊന്നും നമുക്കറിയില്ല. എന്തായാലും മറ്റൊരാളുടെ കമൻ്റ് അവിടെ വന്നു. ഈ കമൻസൊക്കെ ഒരു ഡിവൈസിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. മണവാട്ടിയും മണവാളനും അമ്മയും അപ്പനും ഒക്കെ കമൻസിൽ വന്നല്ലോ, ഞങ്ങളാണ് ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞ്. അതെല്ലാം ഒരു സ്ഥലത്തുനിന്ന് തന്നെ, ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്നതാണെന്നുള്ള നിലയിൽ ഏതോ ഹാക്കറാന്ന് തോന്നുന്നു, ഏതോ ഹാക്കിംഗ് മെഷീൻ കയ്യിലുള്ള ആളായിരിക്കും. അങ്ങനെ ഒരു സൂചന ഒരു കമൻറ്റിൽ കാണാനിടയായി. അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും നമ്മൾ മെനക്കെട്ടില്ല. കാരണം നമ്മളതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ലെന്നേ. ഈ പറയുന്ന കാര്യത്തിനൊന്നും ഗൗരവമില്ല. അവരവരുടെ സ്വസ്ഥതയിൽ ജീവിക്കട്ടെ ആ കാര്യങ്ങളിൽ. അപ്പം തന്നെ അതിന് ബദലായിട്ടൊക്കെ വേറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ കമൻറ്റും ഒക്കെ ആയിട്ട്. അതിങ്ങനെയാണ്, അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ടവരും ഒക്കെ. നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് അധികം തലയിടാൻ താല്പര്യമില്ല. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തിന് നേരെ ഒരു ചെറിയ ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളതിനെ ഒന്ന് പ്രതിരോധിച്ചെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് ജാതി ചിന്തകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തലകുനിച്ച് സമ്മതിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിന്ന് പറയാറില്ലെന്ന് മാത്രം. അത് പറയാൻ എന്തോരം സ്ഥലമുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഞങ്ങളുടെ പെന്തിക്കോസിൽ ജാതി ചിന്തയുള്ളവരുണ്ട്, സുറിയാനി ചിന്തയുള്ളവരുണ്ട്, ലത്തീൻ ചിന്തയുള്ളവരുണ്ട്, സീറോ മലബാറുണ്ട്, 0+1 ഉണ്ട്. ഇങ്ങനെയൊക്കെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. അതാതിൻ്റെ സ്ഥലങ്ങളിൽ പറഞ്ഞാൽ മതി. നമ്മൾ കണ്ടെത്തിയ കാതലായൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഉച്ചനീചത്വങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നത്? ഉച്ചനീചത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളക്കരയിലുള്ള ക്രൈസ്തവരിൽ ഏറിയ പങ്കും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നിറഞ്ഞ ഒരു ഹൈന്ദവ സംസ്കാരം നിന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന ആളുകൾ ഈ ക്രൈസ്തവ ലേബലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത്. തുടക്ക കാലഘട്ടത്തിലൊക്കെ വന്നവർ സുവിശേഷം കേട്ട് ഉടയപ്പെട്ട് വന്നവരാണ്. എന്നാൽ കാലാന്തരത്തിൽ മുൻപോട്ട് പോയപ്പോൾ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്ന കാലം, ആ കാലത്ത് നേരിട്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന പല ആളുകളും അവരുടെ ഉള്ളിൽ അവരെന്തോ ആയിരുന്നു അല്ലെങ്കിൽ എന്തോ ആണെന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ് ഇതിലേക്ക് വന്നത്. ഞാൻ ഇടയ്ക്ക് മെസ്സേജിൽ പറഞ്ഞില്ലേ, ഈ മധ്യ കേരളത്തിൽ ക്നാനായ പെന്തിക്കോസ്ത് പോലും ഉണ്ടെന്ന്. ക്നാനായ യാക്കോബായ ഉണ്ട്, ക്നാനായ കത്തോലിക്കയുണ്ട്. അതുപോലൊരു സംഭവമാണ് ക്നാനായ പെന്തിക്കോസും. ഈ റാന്നി, കല്ലൂപ്പാറ, ചിങ്ങവനം, കല്ലിശ്ശേരി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള പെന്തിക്കോസ് ചർച്ചുകളിൽ ഈ പറയപ്പെട്ട ജെറുസലേമിൽ നിന്ന് വന്ന ആളുകളാണ് ഏറിയ പങ്കും. അങ്ങനത്തെ പല ചർച്ചകളും ആ ലേബലിൽ അറിയപ്പെടുകയും കൂടെ ചെയ്യുകയാണ്.
അറിയപ്പെടുകയും കൂടെ ചെയ്യുകയാണ്. ഞാൻ വളരെ കൃത്യമായി അടുത്ത് നിന്ന് കേട്ടറിഞ്ഞ ചില കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ അങ്ങനെ വരുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ക്രൂശ് പ്രസംഗിക്കപ്പെടുന്നില്ല, ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കുന്നില്ല. കഴിഞ്ഞ മെസ്സേജിൻ്റെ കാതലായ വിഷയങ്ങൾ അതൊക്കെയാണെന്നേ. അല്ലാതെ ഈ പെണ്ണും ചെറുക്കനും ആരാണ്, അമ്മ ഏതാണ്, അപ്പൻ ഏതാണ്, അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. നമ്മൾ അവരെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് അവരെ ഒന്ന് മോശക്കാരാക്കാനോ അങ്ങനെയൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഈ കറക്റ്റ് ട്രാക്കിലേക്ക് വരണം. അപ്പോൾ തന്നെ ഞാൻ ഒരു സൂചന പറഞ്ഞു, വായിക്കാതെ വിട്ടൊരു ഭാഗമാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ. ആ 26 മുതൽ താഴേക്ക് വരുമ്പോൾ അവിടെ അല്ലെങ്കിൽ അതൊന്ന് എടുക്കാം നമുക്ക്. 1 കൊരിന്ത്യർ ലേഖനം, 1 Corinthians chapter 1, 26 onwards. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ പൗലോസിലേക്ക് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വന്ന് അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. എന്നിട്ട് 29-ാം വാക്യത്തിൽ പറയുക, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ ദൈവം അനുവദിക്കില്ലെന്ന്. ഇതൊക്കെ നമ്മൾ മുന്നമേ സമയമെടുത്ത് ധ്യാനിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം മുഴങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും വചനമെന്ന കണ്ണാടി പിടിച്ച് നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മളെല്ലാം ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി എന്നുള്ള വചനം അംഗീകരിക്കുന്നവരാണ്. ആദമിൽ നിന്നാണ് നമ്മളെല്ലാം ഉളവായി വന്നത്. സകല മനുഷ്യരും അങ്ങനെ തന്നെ വന്നവരാണ്. പാപനിമിത്തം നമുക്ക് തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നവരെ കുറിച്ചാണ് 26-ാം വാക്യം മുതൽ അതിൻ്റെ 28 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് കോളർ പിടിച്ചിടാനൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്താണ് നമ്മൾ മെസ്സേജ് പറഞ്ഞ് മുന്നോട്ട് പോയത്. ആ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 30-ാം വാക്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ? ഒരു ബലിപീഠമാണ് കണ്ടത്. ബലിപീഠം മീൻസ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിലൂടെ നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ അവിടെ ചിന്തിയ രക്തം നമുക്ക് ശുദ്ധീകരണത്തിന് കാരണമായി തീർന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ആ വാക്യത്തിൽ പറയുന്നത്. നമ്മളതിനെ ചുരുക്കി പറയാറുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ആ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത് എന്താ? കാൽവറിയിലെ ക്രൂശ് അഥവാ കാൽവറിയിലെ ബലിപീഠമാണ്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് തൊട്ട് മുകളിലുള്ള വാക്യം 29-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത്. 30-ാം വാക്യത്തിൽ നിന്ന് ആ വെളിപ്പാട് ദർശിച്ചുകൊണ്ട് തന്നെയാണ് 29-ലേക്ക് നമ്മൾ നോക്കുന്നത്. ഒരു ജഡവും ആയതിനാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് വെച്ചാൽ ഈ 30-ാം വാക്യത്തിൽ കാണുന്ന ക്രൂശ് എന്തിനു വേണ്ടിയുള്ളതാ? മാനവവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെച്ച ബലിപീഠമാണ് കാൽവറിയിലെ ബലിപീഠം എന്ന് പറയുന്നത്. ആ ബലിപീഠത്തിൻ്റെ ദർശനമാണ് 30-ാം വാക്യത്തിൽ കണ്ടത്. 29-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കേണ്ട, കോളർ പിടിച്ചിടണ്ടെന്ന്. നമ്മൾ ആരോ ആണോ എന്തോ ആണെന്നുള്ള ചിന്തകളൊന്നും വേണ്ട. വചനത്താൽ നമ്മൾ ഉടയ്ക്കപ്പെടണം, വചനത്താൽ നമ്മൾ പണിയപ്പെടണം. നിശ്ചയമായും ദൈവഹിതത്തിനാണ് പ്രാധാന്യം. നമ്മുടെ മെസ്സേജിൽ ഏറ്റവും ഗൗരവമായി നിഴലിച്ചു നിന്ന വിഷയം അതാണ്. ദൈവഹിതത്തിനാണ് പ്രാധാന്യം. അബ്രഹാം ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്തു. അതേ കാര്യം തന്നെ ഇസഹാക്ക് ശിരസ വഹിച്ചു. അങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞോ? നിശ്ചയമായും പറഞ്ഞിട്ടുണ്ട്. വരികൾക്കിടയിലുണ്ടത്. കേൾക്കാത്ത ആരുടെ കുഴപ്പം? കൃത്യമായി എലയാസറിനോട് പറഞ്ഞു, നീ എൻ്റെ മകന് വേണ്ടി ഈ കനാൻ ദേശത്ത് നിന്ന് പെൺകുട്ടി എടുക്കരുത്, പകരം എൻ്റെ ദേശത്ത് എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ ചെല്ലണം, അവിടെ നിന്നാണ് പെൺകുട്ടിയെ എടുക്കേണ്ടത്. അവിടെ അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട്, ദൂതനെ മുന്നമേ അയക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇസഹാക്കിനോട് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് എലയാസറിനോടാ. പക്ഷേ ഇസഹാക്ക് ആത്മാവിൽ അത് തിരിച്ചറിയുകയാണ്. ഇസഹാക്ക് നിശ്ചയമായും ആത്മാവിൽ തിരിച്ചറിയാണ്. ഇസഹാക്ക് മനസാക്ഷി യോഗക്കാരനല്ലേ? അതെ, അതിനെന്താ കുഴപ്പം? ഇസഹാക്കിന് ദൈവഭയം ഉണ്ടായിരുന്നു. ഇസഹാക്ക് ആത്മാവിൽ അത് തിരിച്ചറിഞ്ഞു. എൻ്റെ പിതാവ് സേവിക്കുന്ന ദൈവം, ആ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് കരുതും എന്ന ഇസഹാക്കിൻ്റെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇസഹാക്ക് കയറ് പൊട്ടിച്ചൊന്നുമില്ല. ഇസഹാക്ക് ഫേസ്ബുക്കും അതും ഇതുമൊക്കെ തിരഞ്ഞ് അവിടെ എത്ര പെൺപിള്ളേരുണ്ട്, അവിടെ ആരെല്ലാം ഉണ്ടെന്നൊന്നും അന്വേഷിച്ച് പോയ ആളല്ല ഇസഹാക്ക്. ഇസഹാക്ക് അവിടെ
കാത്തിരുന്ന ഇസഹാക്കിന് വേണ്ടി തക്ക സമയത്ത് ദൈവം മുടിവ് വരുത്തി, എന്ന് വെച്ചാൽ കാര്യം സാധിപ്പിച്ചെന്ന്. റിബേക്കയെ അവിടെ സജ്ജമായി, റിബേക്കയെ നാളുകളായിട്ട് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കം പൂർത്തിയായ സമയത്ത് കൃത്യസമയത്ത് എലയാസറി എന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കരുതലാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ പറയാനായിട്ട് പരിശ്രമിച്ചൊരു കാര്യം എന്താ? പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും കരുതലുള്ളൊരു പിതാവല്ലേ? തൻ്റെ പുത്രൻ്റെ ക്രൂശ് മൂലം നമ്മെ തന്നോട് അടുപ്പിച്ചെന്നല്ലേ നമ്മൾ പറഞ്ഞത്? ക്രൂശ് മൂലം നമ്മെ തന്നോട് അടുപ്പിച്ചു. അതിനൊക്കെയും താൻ തന്നെ കാരണഭൂതൻ. മുൻകൈ എടുത്തത് ആരാണ്? നമ്മുടെ ഒരു മുൻകാല പഠനം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? സമാഗമന കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞു. അത് നിർമ്മിക്കാൻ പറഞ്ഞതിന് ഇടയ്ക്ക് എന്താ പറഞ്ഞത്? ആ കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വാതിൽ തുറന്ന് കയറി വരുന്നിടത്തൊരു ബലിപീഠം വെക്കാൻ പറഞ്ഞു, ഒരു യാഗപീഠം, വാൾട്ടർ. ആ യാഗപീഠത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള അളവും കാര്യങ്ങളും ഒക്കെ ഉയരത്തിൽ നിന്നാണ് കൊടുത്തത്. ആ യാഗപീഠത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി മുൻകൈ എടുത്തത് സ്വർഗസ്ഥനായ പിതാവാണ്. മോശയുടെ ആലോചനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമല്ല ടാബർനാക്കലിൻ്റെ മുമ്പിലുള്ള ആ ബലിപീഠം എന്ന് പറയുന്നത്. അത് ഉയരത്തിലെ ആലോചനയാണ്. സ്വർഗീയ പിതാവ് നിഷ്കർഷിച്ചതിനനുസരിച്ചാണ് അവിടെ ബലിപീഠം വെച്ചത്. ദൈവം അനുവദിച്ചതുപോലെയാണ് അവിടെ ബലികൾ നടന്നത്. മുൻകൈ എടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്, മുൻകൈ എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ച് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക്, ഈ താണലോകത്തിലേക്ക് അയച്ചു. അവൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ ത്യജിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് വന്നില്ലേ? തന്നെത്താൻ ത്യജിച്ചു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്ന് പറയുമ്പോൾ ഞാൻ 2 സ്ഥലം കൊണ്ടുവന്നു. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ബത്ലഹേം വന്നു. അങ്ങനെയൊക്കെ പഠിക്കണം. അതെങ്ങനെയാ? തന്നെത്താൻ ത്യജിച്ച് ഈ താണഭൂമിയിൽ തൻ്റെ സൃഷ്ടിയുടെ ഉദരത്തിലേക്ക് താണിറങ്ങി വന്നു. അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ കഴിയുമെങ്കിൽ പാനപാത്രം നീക്കുന്ന കാര്യം ഗതസമനെ ചോദിച്ചു. അതിൻ്റെ ഉത്തരം നമുക്കറിയാം. മനസ്സോടെ താൻ ശാപമരത്തിലേക്ക് നടക്കുകയായിരുന്നു. ഗതസമനയെന്ന് ഗോൽഗോഥായിലേക്കുള്ള നടപ്പ് ഭക്തന്മാർ ആത്മാവിൽ കണ്ട പാട്ടെഴുതി വെച്ചത്, മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നു കയറിയെന്ന്. ഭയങ്കര കാഴ്ചകളാണത്, ഭയങ്കര കാഴ്ചകൾ. ആ കാഴ്ചകളെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കിട്ടുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ അവർ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അതെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. എന്നിട്ടാണ് ഇതിൻ്റെ ഒടുക്കം 31-ാം വാക്യത്തിൽ ഇങ്ങനെയും കൂടെ കാണുന്നുണ്ട് കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 1:31 പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ പാടുണ്ടോ? 30-ാം വാക്യത്തിൽ ക്രൂശ് നിപ്പുണ്ട്. ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുതെന്ന്. പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുതെന്ന്. ശരിക്കും പൗലോസിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് താൻ എബ്രായനാണ്, പരീശന്മാരിൽ പരീശനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, സൻകേന്ദ്രീ സംഘത്തിലെ അംഗമാണ്, ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ആളാണ്, ആഢ്യത്വമുള്ളവനാണ്, പറയാൻ പലതുമുണ്ട്. അതൊക്കെ പറയുമ്പോഴും തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശ് വെച്ചിരിക്കുക. ആ ക്രൂശ് കണ്ണിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ക്രൂശിൻ്റെ ദർശനം തന്നെ മാറ്റിമറിക്കുകയാണ്. അതുകൊണ്ടാണ് തിമത്തിയോസിനോട് പറഞ്ഞത്, എൻ്റെ മകനെ തിമത്തിയോസേ, ഞാൻ ആ പാപികളിൽ ഒന്നാമനാ കേട്ടോ, ഞാൻ ആ പാപികളിൽ ഒന്നാമനാ. ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു. മറ്റേ ഉപദേശി പറയുന്ന പോലെ ഇപ്പം പാപിയാന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല കേട്ടോ. അതല്ല ആ എഴുത്തിൻ്റെ അർത്ഥം. താൻ ആ ദമസ്കോസിൻ്റെ അനുഭവം വരെയാണ് താൻ പാപി എന്നുള്ളത് പറയുന്നത്. ഇന്ന് താൻ പാപിയാണെന്നല്ല പറയുന്നത്. ഇന്ന് ക്രിസ്തുവിൽ താൻ സ്വതന്ത്രനാണ്, ഇന്ന് ക്രിസ്തുവിൽ താൻ വിശുദ്ധനാണ്. അതായത് തൻ്റെ വിശുദ്ധി താൻ കണ്ടെത്തുന്നത് ക്രിസ്തുവിലാണ്. താൻ ഓരോ സഭകളെ അഡ്രസ്സ് ചെയ്ത് എഴുതുമ്പോൾ അവിടെയുള്ള ഭക്തന്മാരെ വിളിക്കുന്നത് ക്രിസ്തുവിൽ വിശുദ്ധന്മാരെന്നാണ്. താനും ആ സഭയുടെ ഭാഗമാണ്. അന്ത്യോക്യയിലുള്ള വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അതിനകത്ത് പൗലോസുമുണ്ട്. അന്ത്യോക്യയിലുള്ള പാപികളെല്ലാം കേട്ടോന്നല്ല ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെയല്ല. അന്ത്യോക്യയിലുള്ള വിശുദ്ധന്മാരെന്ന് തന്നെയാണ് പറയുന്നത്. അതിലേക്കെല്ലാം ചിന്തിക്കുമ്പോൾ ക്രൂശ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ പാപികളിൽ പ്രധാനിയായ എനിക്ക് ഒരു വീണ്ടെടുപ്പ് ലഭിച്ചത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ബലിമരണ നിമിത്തമാണ്. അല്ലേ? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ബലിമരണ നിമിത്തമാണ്.
അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ച്, പാപമോചനം ലഭിച്ച് ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ആ ഒരു അനുഭവത്തിലെ ആശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുന്ന്. അതുകൊണ്ടാണ് ഭക്തമതികളായ വാത്സല്യ സഹോദരിമാർ പൂർവ്വകാലങ്ങളിൽ പാട്ടെഴുതിയത്, ക്രൂശെ നോക്കി ഞാൻ യാത്ര ചെയ്യും, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി എന്നൊക്കെ അവർ പാട്ടെഴുതിയത് വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ്. ഈ തലമുറയിൽ അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്നില്ല, ആഴമേറിയ വെളിപ്പാടിലേക്ക് വരുന്നില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, അബ്രഹാമിനെ ലോത്തിനെ മുൻനിർത്തിക്കൊണ്ട് അബ്രഹാമിൻ്റെ ആ ഒരു മനസ്സ് നമ്മൾ കണ്ടു, ത്യജിക്കപ്പെടുന്നൊരു അനുഭവം അല്ലേ, ത്യാഗനിർഭരമായൊരു അനുഭവം. പെന്തക്കോസ്റ്റ് സമൂഹത്തിനിടയിൽ ത്യാഗത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ട് പോലുമില്ല ഈ അടുത്ത കാലത്ത്. ത്യാഗം എന്ത് കിട്ടുമെന്നുള്ള പ്രസംഗങ്ങൾക്കാണ് റീച്ച്. നമ്മൾ തലകുത്തി നിന്ന് ഈ വെളിപ്പാടുകളൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ 100 പേര് പോലും തയ്ച്ച് കേൾക്കില്ല. അതേസമയം എന്ത് കിട്ടുമെന്നുള്ള പ്രസംഗങ്ങളൊക്കെ അടിച്ച് കയറിപ്പോവും, ജനമെല്ലാം അവിടെ ഓടിക്കൂടുകയാണ്. എന്ത് കിട്ടും? ഇവിടെ നോക്കണം, നമ്മൾ അബ്രഹാമിനെ അടുത്ത് നിന്ന് കാണുകയാണ്, അബ്രഹാം വിട്ടുകൊടുക്കുകയാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഭക്തന്മാരായ നിങ്ങളുടെ നടുവിൽ ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താ? നിങ്ങൾ ഓരോരുത്തരും ആ വചനങ്ങൾ ഏറ്റെടുക്കണം, വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ളവരായിരിക്കണം, പിടിച്ചു വയ്ക്കുന്നവരായിരിക്കരുത്. ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരണം. ഞാൻ പറയാനായിട്ട് തുടങ്ങിയ കാര്യത്തിൻ്റെ ആമുഖത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പെന്തക്കോസ്തിൽ ജാതി ചിന്തകളും സുറിയാനി പാരമ്പര്യങ്ങളും ചിന്തകളും അല്ലെങ്കിൽ സംതിങ് ആണെന്നൊക്കെയുള്ള തോന്നലുകളൊന്നും അങ്ങനെയൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല, എളുപ്പമല്ല. അതിനാകെ കഴിയുന്ന കാര്യമുള്ളൂ ക്രൂശ് പ്രസംഗിക്കുക. ക്രൂശിൻ്റെ ദർശനമാണ് ആളുകളെ മാറ്റിമറിക്കുന്നത്, മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനും അങ്ങനെ എല്ലാ നിലകളിലും അല്ലേ. ഇനി ജാതിയിൽ കുറഞ്ഞവനെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരുവനെ അപഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാരായ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ടത് എന്താ? അങ്ങനെ തന്നെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്ന ഒരു കേമൻ, ആ കേമൻ നിത്യതയിൽ എങ്ങനെയായിരിക്കുമെന്നും, ഈ നിന്ദയും പരിഹാസവും ഏൽക്കുമ്പോൾ പരിഭവമില്ലാതെ പാട്ടുകാരൻ പാടിയതുപോലെ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി തീർക്കണമേ മാറ്റണമേ എന്നുള്ള നിലയിൽ പാട്ടും പാടി സന്തോഷത്തോടെ ആ നിന്ദിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിത്യതയിൽ താന് കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ ആ മഹത്വമുള്ള ശരീരത്തിൻ്റെ ഭാഗമായി അതിലൊരു അവയവം എന്ന നിലയിൽ ഇണങ്ങിച്ചേർന്ന് യുക്തമായി ചേർന്ന് അങ്ങനെ നിത്യതയിൽ സിംഹാസനത്തിൽ മണവാളനോടുകൂടെ ഒരുമിച്ച് വാഴുന്ന ആ അനുഭവത്തിൽ ജാതിയും മണ്ണാങ്കട്ടിയൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കി അവമാനിക്കുകയൊക്കെ ചെയ്തവൻ ആ ഒരു പരിസരത്ത് പോലും എത്താതെ അവൻ ലജ്ജിതനായി നിൽക്കുന്നൊരു കാഴ്ച, അതൊരു വല്ലാത്ത കാഴ്ചയല്ലേ? ഇന്ന് ജാതിയോ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുകഴുന്നവർ, അതായത് പണ്ട് ആനപ്പുറത്തിരുന്നപ്പോൾ ഏതാണ്ടൊരു തഴമ്പുണ്ടെന്ന് പറയുമല്ലോ നമ്മൾ എവിടെയോ, ആ തഴമ്പിൻ്റെ കഥയൊക്കെ പറയുന്ന ആളുകൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകുക, അല്ലെങ്കിൽ ആ പൂർണ്ണ വിശുദ്ധരാകുക, ക്രിസ്തു എന്ന തലയോളം വളരുക, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയുക എന്നൊക്കെ പറയുന്ന ആ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാതെ, അതായത് ദൈവകുടുംബത്തിലെ ആദിജാതനായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാതെ ഞാൻ സുറിയാനി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് വീമ്പളക്കുന്നവൻ നിത്യതയിൽ ലജ്ജിക്കില്ലേ? അവൻ നിത്യതയിൽ നിശ്ചയമായി ലജ്ജിക്കും. അതേസമയം പണിയപ്പെടലിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ തിരിച്ച് ഈ ഗ്രനേഡും മിസൈലും ഒക്കെ തിരിച്ചറിയുന്ന പുള്ളികളുണ്ട്. അങ്ങനെയുള്ളവരെ ഏറി പങ്കും. ഈ ജാതിക്കഥകളും ഇടപാടുകളും ഒക്കെ പറയുന്ന ആളുകളിൽ നിന്നൊക്കെ ഞാൻ കണ്ട കാര്യം ഇതാണ്. അവരുടെ കയ്യിൽ ഒന്നാന്തരം മിസൈലുണ്ട്, അല്ലെങ്കിൽ ഗ്രനേഡുണ്ട്, അല്ലെങ്കിൽ റോക്കറ്റുണ്ട്. ഇതൊക്കെ ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. റോക്കറ്റ്, ഗ്രനേഡ്, മിസൈല്, പിന്നെ മോട്ടോർ, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അവിടെ. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിടുന്നു, നമ്മൾ അങ്ങോട്ട് വിടുന്നതൊക്കെ. ആ സാധനങ്ങളൊക്കെ പല പുള്ളികളുടെ കയ്യിലുമുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിടുകയൊക്കെ ചെയ്യും. പക്ഷെ ഓർക്കണം, നമ്മുടെ കർത്താവിൻ്റെ മനോഭാവം എന്തായിരുന്നു? ഓരോരോ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് എങ്ങനെയായിരുന്നു? അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെയൊക്കെ എങ്ങനെ നിന്നു എന്നൊക്കെയുള്ളത് വചനത്തിലുണ്ട്. അത് ഏത് ജാതിക്കാരനാണെങ്കിലും കൊള്ളാം, എല്ലാവർക്കും ബാധകമാണ്. ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുക എന്നുള്ളത് നമ്മെ എല്ലാവരെക്കുറിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തുടക്കത്തിൽ ഈ കൊരിന്ത് ലേഖനത്തിലെ വാക്യങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാണ്. നമ്മൾ ഓരോരുത്തരും ഓർത്തുകൊള്ളണം. കുലഹീനരും ബലഹീനരും ഏതുമല്ലാത്തവരും, ഇനി അതിൽ കൂടുതൽ വേറെ വാക്കുകളെല്ലാം വേണോ? കുലഹീനര് ബലഹീനര് ഏതുമല്ലാത്തത് നമ്മളൊന്നുമല്ല. നമ്മൾ സംതിങ് ആണെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ വെറും നത്തിങ് ആണെന്നുള്ളതാണ്
പറഞ്ഞു വന്നാൽ അതിൻ്റെ സാരം. അങ്ങനെയുള്ള നമ്മെ വിലമതിച്ചുകൊണ്ട് ദൈവകുഞ്ഞാടിനെ നമുക്ക് പകരക്കാരനായി അറുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഇരിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആരും അലോസരപ്പെടരുത്. കഴിഞ്ഞ മാസം ഇങ്ങനെ പറഞ്ഞതാണല്ലോ, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്ന്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നേ. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, മറവിയുള്ളവരാണ്, ഓർമ്മക്കുറവുള്ളവരാണ്. പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഗൗരവം കൊടുക്കാതെയൊക്കെ പോകും. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മെ അറസ്റ്റ് ചെയ്ത് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ക്രൂശ്. ഇന്നെന്ന പോലെ പല കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് കല്യാണ കഥകളും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ നമ്മൾ താഴ്മയുള്ളവരും വിനയമുള്ളവരൊക്കെയായി ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ കർത്താവിൻ്റെ ഹിതം എന്താണെന്നൊക്കെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്നത്, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെ ദൈവഹിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസത്തെ മെസ്സേജുകളിൽ നിന്ന് ചില ചോദ്യങ്ങൾ, ചിന്തകൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അല്പകാര്യങ്ങളും കൂടെ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അല്ലാതെ ഞാനാണ് അമ്മ, ഞാനാണ് മണവാട്ടി, എൻ്റെ കാര്യമാണ് പറഞ്ഞു, ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നേ. അതൊക്കെ ഒരു സൈഡിലേക്ക് നിൽക്കട്ടെ. ഗൗരവമായൊരു കാര്യം അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത്, ആ മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ ചില ചിന്തകൾ ആളുകളുടെ ഉള്ളിലേക്ക് വരാം. ആ ചിന്തകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവിൽ സെക്യുലർ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മുതിർന്ന് പ്രായമായി വരുമ്പോൾ 10-20 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പ് തന്നെ ആൺകുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണുമ്പോൾ അവർക്ക് പരസ്പരം താല്പര്യങ്ങൾ തോന്നും. അങ്ങനെയൊക്കെ മുൻപോട്ട് പോയി അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് വെച്ചത് ഡ്രോപ്പ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന് മലയാളത്തിൽ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് പ്രേമകല്യാണങ്ങൾ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കല്യാണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വളരെ ക്ലോസ് ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കൺമുമ്പിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ വലിയ പങ്ക് യൗവനക്കാരും അങ്ങനെയുള്ള പല അഫെയറുകളിലും ഒക്കെ പെടാറുണ്ട്. അതിനെക്കുറിച്ചുള്ള പല ഡിബേറ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കാറുണ്ട്. യൂത്ത് മീറ്റിങ്ങിനോടൊക്കെയുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ചർച്ചകളൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ വരാറുണ്ട്. ചിലർ ചുമ്മാ എതിർത്ത് കളയും, ചിലർ ചുമ്മാ അങ്ങ് അനുകൂലിച്ച് കളയും. ചിലരുടെ എതിർപ്പിനകത്ത് അർത്ഥമൊന്നുമില്ല, ചിലരുടെ അനുകൂലത്തിനകത്തും അർത്ഥമൊന്നുമില്ല. അവർ ചുമ്മാ പുരോഗമനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരവർ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്താഗതികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില സഹോദരങ്ങളുമായിട്ട്, മുതിർന്ന സഹോദരങ്ങളുമായിട്ട് ഈ വക വിഷയങ്ങൾ സംസാരിച്ചു. സഹോദരങ്ങളെ, ചില കാരണങ്ങളാലാണ് സംസാരിക്കേണ്ടി വന്നത്. അങ്ങനെ സംസാരിച്ചപ്പോൾ അവരിൽ പലരുടെയും ചിന്താഗതി എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പറഞ്ഞു വരുന്നത് ഒരു പാശ്ചാത്യ ലോകത്തിൻ്റെ ആ ഒരു ശൈലിയിലേക്ക് മാറേണ്ടതുണ്ടെന്നുള്ള രീതിയിലാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് താല്പര്യമുള്ളവരെ കണ്ടെത്തട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് താല്പര്യമുള്ളവരെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ഒരകലത്തിൽ നിന്നുകൊണ്ടൊരു സഹവർത്തിത്വത്തിലേക്ക് വരട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. മനസ്സിലാക്കിയതിന് ശേഷം ഒത്തുപോകുമോ ഇല്ലയോ, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒത്തുപോകുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ, എന്നിട്ട് ഫൈനലായിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. യെസ് ഓക്കെ ഇങ്ങനെ പറയാലോ, അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നിലയിലേക്ക് വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കല്ലേ എന്താ തോന്നുന്നത്? ന്യായമായൊരു കാര്യമല്ലേ അത്? തീർച്ചയായും ന്യായമായ കാര്യമാണ്. ഈ പൊതുലോകത്ത് ആര് കേട്ടാലും, ഏത് വലിയ വാർത്ത കേട്ടാലും അവരൊക്കെ അത് അംഗീകരിക്കും. കാരണം അവരെ അറിയട്ടെ, പരസ്പരം അറിയട്ടെ. എന്തിനാണ് ഈ ഡിവോഴ്സിലേക്കൊക്കെ പോകുന്നത്? എന്തിനാ ഈ അടിപിടിയിലേക്കൊക്കെ പോകുന്നത്? എന്തിനാ ഇങ്ങനെ കുഴപ്പങ്ങളിലൊക്കെ ചാടുന്നതെന്നുള്ള ചോദ്യങ്ങൾ വരും. ആ നിലയിൽ എല്ലാം കൊണ്ടും ഇത് ഒരു നല്ല കാര്യമാണെന്ന് വരും. പടിഞ്ഞാറൻ രാജ്യത്തിലുള്ള ഒരു മുതിർന്ന ഒരു ആൻറ്റി ഒരിക്കലും ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇവിടെയുള്ള പ്രവാസികളായ മലയാളികളുടെ തലമുറകൾ, അതായത് അവിടെ ജനിച്ചു വളർന്ന തലമുറകൾ, അവർക്ക് യോഗ്യരായ പെൺകുട്ടികളെയും യോഗ്യരായ ആൺകുട്ടികളെയൊക്കെ തന്നെ കണ്ടുപിടിക്കും. കേരളത്തിലെ പോലെയൊന്നും അല്ലെന്ന്. അവർ കണ്ടുപിടിക്കും. അവരങ്ങനെ ഡേറ്റിങ്ങിൽ ഏർപ്പെടും. അങ്ങനെയല്ലേ എബി പറയുന്നേ? ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ ഡേറ്റിങ്ങിൽ ഏർപ്പെടും. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫൈനലായിട്ട് തീരുമാനിക്കും, വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് വീട്ടുകാരെയും പാസ്റ്റേഴ്സിനെയും ഒക്കെ അറിയിക്കും. അപ്പോൾ പാസ്റ്റേഴ്സൊക്കെ വന്ന് ഗംഭീരമായ തീറ്റയും കുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞേ, അമേരിക്കക്കാരുടെ കല്യാണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോന്ന്. അതെന്നാന്ന് ചോദിച്ചു. ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ഒക്കെ സെർവ് ചെയ്യുന്നു. പെന്തിക്കോസുകാരോ എന്ന് ചോദിച്ചാൽ, പിന്നെ ഇപ്പോൾ പെന്തിക്കോസുകാരും അങ്ങനെയൊക്കെ സെർവ് ചെയ്യുന്നൊരു കാലമാണെന്ന്.
ഈ മെസ്സേജിനിടയ്ക്ക് അത് പറയേണ്ട ആവശ്യമില്ല. അത് പൊതുവിൽ നസ്രാണി ലോകത്ത് അങ്ങനെയുണ്ട്. ഈ രണ്ട് രീതിയിൽ. കേരളത്തിലെ കാര്യമല്ല കേട്ടോ, ഞാൻ ഏതായാലും അമേരിക്കയ്ക്ക് പോകുന്നില്ല. അമേരിക്കക്കാരിങ്ങ് കേരളത്തിലെങ്ങാനും വന്ന് നടത്തുമ്പോഴാണേലും ഒരു കണ്ണ് വേണമെന്നാണ് എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത്. സൂക്ഷിക്കണം, ചുമ്മാ പോയി മൂക്ക് കൊണ്ട തിന്നിട്ട് പോരരുത്, കിട്ടുന്നതെല്ലാം മൂന്നിയിട്ടും പോരരുത്. അത് അവർ പറയും, അവർ പറഞ്ഞിട്ട് അത് ഒഴിക്കുള്ളൂ. അത് ചോദിക്കണം, അവർ പറഞ്ഞിട്ടേ ഒഴിക്കുള്ളൂ. അമേരിക്കക്കാരൻ്റെ കല്യാണമാണെങ്കിൽ ചുമ്മാ ഒന്ന് ചോദിച്ചേരെ, ചിലവൊന്നുമില്ലാത്ത യാഗമല്ലേ, ഒരു വാക്ക് സംഭവം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കുടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞു. അത് പോട്ടെ, ഞാൻ ആ കൊച്ചമ്മ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മുതിർന്നവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ അഭിപ്രായം വന്നതും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എത്രയോ കാലങ്ങളായിട്ട് ഈ വിശ്വാസി സമൂഹത്തിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ പങ്ക് കല്യാണങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് തൃശ്ശൂരിൽ ഒരു ചെറുക്കൻ കല്യാണം കഴിക്കുന്നത് ഞാൻ കണ്ടു. ഭയങ്കര ആർഭാട കല്യാണമായിരുന്നു. അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ളൊരു കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെണ്ണും ചെറുക്കനും കാറിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിന്ന് വണ്ടി ഓടിച്ചു വരികയോ, ഇരുന്ന് വണ്ടി ഓടിക്കുകയോ, കിടന്ന് വണ്ടി ഓടിക്കുകയോ, അങ്ങനെ അവരുടെ കോലാഹലങ്ങൾ, പിന്നെ കോലാഹലങ്ങളോ അങ്ങനെ വേണ്ടിയില്ലേ, ആ കോലാഹലങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുപോയി ഇടും. അത്ഭുതപ്പെട്ടു പോകുന്നത്, ഇത് പെന്തിക്കോസുകാരനേതാ, ഓർത്തഡോക്സുകാരനേതാ, ഹൈന്ദവനേതാ, സിഖുകാരനേതാ, പാർസി ഏതാ എന്നൊന്നും ഒരു പിടിയില്ലാത്തൊരു കാലം. ഇപ്പോൾ പെന്തിക്കോസുകാരി പെൺപിള്ളേരെ കുറിച്ച് പത്രോസും അതുപോലെ പൗലോസും തിമത്തിയോസിൻ്റെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, അവർ സൗമ്യതയും സാവധാനതയുമായ അക്ഷയഭൂഷണം എന്നൊക്കെ പറഞ്ഞ്. അയ്യോ പാവോ, അവർ ലജ്ജാശീലത്തോടു കൂടി, അതായത് ഈ പറഞ്ഞ കാറിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുക, കോലം കെട്ടി നിൽക്കുക. എന്നിട്ട് എന്ത് ലജ്ജാശീലമാണ്. എനിക്കിപ്പോൾ പാർസികളെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, പെന്തിക്കോസുകാരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ജൈനന്മാരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇന്നലെ നമ്മൾ മെസ്സേജിൽ പറഞ്ഞില്ലേ, മർത്തോമക്കാരനൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ വിളിക്കുന്ന 108 ആംബുലൻസാണ്. പെന്തിക്കോസുകാരനോ അവൻ 109ൻ്റെ ആംബുലൻസാണ് വിളിക്കുന്നത്. ഒരിക്കലും അല്ല, അത് 107 അല്ല വിളിക്കുന്നത്, അവനും 108 വിളിക്കുന്നത്. അവർ മാറത്തടിക്കുന്നതും ചങ്കിനടിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ആ സെയിം പോലെ തന്നെ ഇവിടെയും ചങ്കിനടിക്കുന്നതും മാറിനടിക്കുന്നതും ഒക്കെ ആ സെയിം പോലെ തന്നെയാണ് ഇവിടെയും മാറത്തടിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന്. എന്നെ വ്യത്യാസം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല പല കാര്യത്തിലും. അപ്പോൾ കല്യാണങ്ങളിലേക്ക് വരുമ്പോഴോ, അതിൻ്റെ നടത്തിപ്പിലേക്കൊക്കെ വരുമ്പോഴോ പഴയ കാലമൊന്നുമല്ല. പിള്ളേരൊക്കെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ്. പണ്ട് കാലത്തൊക്കെയുള്ള പെൺപിള്ളേരായി നഖം കടിച്ച് നിൽക്കുന്നതും കട്ടലിനടി കയറിയിരിക്കുന്നതും പെണ്ണ് കാണാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അതൊക്കെ പോയിട്ട് ഇടിച്ച് കയറി വരും. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചെറുക്കന് ജയിക്കാൻ്റെ കൊടുത്തിട്ട് കയറി വാടാ മോനെ ഇരിക്കടാന്ന് പറയൂ. അങ്ങനത്തെ ഒരു കാലം വന്നിരിക്കുകയാണ് അല്ലേ? അങ്ങനെയൊന്നും ഇല്ലായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും ഞങ്ങളുടെ നാട്ടിലില്ലെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ശരിയായിരിക്കാം, വലിയ താമസമില്ലാതെ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ രണ്ട് കൂട്ടരെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറഞ്ഞത്, ഒരു കൂട്ടരുടെ കാര്യത്തിലല്ല, രണ്ട് കൂട്ടരെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് വന്നൊരു കാലഘട്ടത്തിൽ ഈ മെസ്സേജ് കൊണ്ട് എന്താ ഞാൻ പറയാൻ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വചനപ്രകാരം അനുവദനീയമല്ല സഹോദരങ്ങളെ, വചനപ്രകാരം അനുവദനീയമല്ല. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയെയും കല്യാണം കഴിക്കാം, ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനെയും കല്യാണം കഴിക്കാം. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ തത്വത്തിൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയമത്തിനും അമേരിക്കയുടെ നിയമത്തിനും മറ്റ് രാജ്യങ്ങളുടെ നിയമത്തിനും തികച്ചും വിരുദ്ധമാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം. ദൈവരാജ്യത്തിൻ്റെ നിയമം ഞാൻ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞു, ക്രിസ്തുവുള്ള ഒരു പെൺകുട്ടി ക്രിസ്തുവുള്ള ഒരു പുരുഷനുമായിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. വെളിച്ചത്തിൽ വന്ന ഒരു ആൺകുട്ടി വെളിച്ചത്തിൽ വന്ന പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത വിവാഹങ്ങൾ പാടില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, വെളിച്ചത്തിൽ വന്ന ആൺകുട്ടിയും വെളിച്ചത്തിൽ വന്ന പെൺകുട്ടിയും ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ കല്യാണം കഴിക്കുന്നതിൽ പാസ്റ്റർക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അല്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിരോധമില്ല കേട്ടോ. നിങ്ങൾ എന്നെ കാണിച്ചാൽ എനിക്കൊരു വിരോധമില്ല. ഈ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു, ഞാൻ എവിടെയെങ്കിലും വിരോധം പറഞ്ഞു വരാറുണ്ടോ? ഒരിടത്തും വരാറില്ല. ഞാൻ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ടീനേജൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും വിവാഹപ്രായത്തോടൊക്കെ അടുക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും ഒരു ചിന്ത വരും. ന്യായമായ കാര്യം ഞാൻ ഈ പറയുന്നത്, ഇതായിരിക്കും എൻ്റെ ഭാവി വധു എന്ന്. അതുപോലെ പെൺകുട്ടികൾക്കും ഒരു തോന്നൽ വരും, ഇതായിരിക്കുമോ എൻ്റെ ഭാവി വരനെന്ന് ഒരു ചിന്ത, ഒരു തോന്നൽ അങ്ങനെ വരാം. അതങ്ങനെ ഉള്ളിലിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ചിന്ത വന്ന് അങ്ങനെ കടന്നു പോകും. ഇങ്ങനെ ജെറ്റ് വേഗത്തിൽ കടന്നു പോകും. ചിലത് ജെറ്റ് വേഗത്തിലല്ലാതെ ചിലത് അങ്ങനെ പതിയെ കടന്നു പോകും. ചിലത് അവിടെ ഉടക്കി പിടിച്ച് നിൽക്കും. അങ്ങനെയൊക്കെയുണ്ട്. ചിലത് വളരെ വേഗത്തിലങ്ങ് കടന്നു പോകും, ചിലത് പതിയെ കടന്നു പോകും, ചിലത് അങ്ങനെ കടന്നു പോവില്ല, അത് ഉടക്കി നിൽക്കും അവിടെ.
അപ്പോൾ അങ്ങനെ പല പല കണക്ഷൻസും പല പല കാര്യങ്ങളും ഈ വരുന്ന സമയത്ത് മധ്യ കേരളത്തിലൊരു കല്യാണം നടക്കാൻ പോവുക. അതിങ്ങനെ ഒരു ചെറിയ ലോഹ്യത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അവർ സ്വയം പര്യാപ്തതയിലേക്ക് വന്ന് സ്വയം കണ്ടെത്തി കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ അതിൻ്റെ പേരിൽ ഈ പബ്ലിക്കിലേക്ക് വരണമല്ലോ, പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയും കൂടെ വെച്ചു. ജോറായി. അതെങ്ങനെയാണ്? ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞങ്ങൾ ഈ വിഷയത്തിൽ കുടുംബക്കാരിത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരണമല്ലോ, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണമല്ലോ, അതിനാണ് ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അവർ ഡിക്ലെയർ ചെയ്തു, ദൈവഹിതം ഞങ്ങൾ അന്വേഷിച്ചു, ദൈവഹിതം മനസ്സിലായി, ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളിൽ ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. എത്ര ഭംഗിയായിട്ടാണ് ദൈവത്തെ അതിലേക്ക് വലിച്ചഴയ്ക്കുന്നത്. പെന്തിക്കോസുകാരുടെ ഉള്ളിലുള്ള സൂത്രപ്പണികൾ. ശരിക്കും ഞാൻ അബ്രഹാമിനെ, ഇസഹാക്കിനെ, എലയാസറിനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് എന്തിനാ? ചുമ്മയാണോ? പാവം പിടിച്ച ഇസഹാക്ക് ഒന്നും അറിഞ്ഞില്ല. അബ്രഹാം എലയാസറിനെ ചട്ടം കെട്ടുമ്പോൾ ഇസഹാക്ക് ഒന്നും അറിയുന്നില്ല. ഇസഹാക്ക് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇസഹാക്കിന് വേണ്ടി കരുതുന്നൊരു പിതാവ് അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവം നമ്മുടെ യൗവനക്കാർക്കും യൗവനക്കാരത്തികൾക്കും വേണ്ടി കരുതില്ലേ? നമ്മൾ തന്നെത്താൻ പോയി ഏതെങ്കിലും ഒരുത്തരെ വിളിച്ചുകൊണ്ട് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വരികയാണോ വേണ്ടത്? അങ്ങനെയല്ല. ഞാൻ യൗവനക്കാരെ മുൻനിർത്തിക്കൊണ്ട് പറയാം കേട്ടോ, അവരുടെ യാത്രാപഥങ്ങളിൽ അവർ ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ കടന്നു പോകാം. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ നിൽക്കുന്ന വിശ്വാസ തത്വങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോകുന്ന യൗവനക്കാരെ കാണുമ്പോൾ അതിൽ ഇങ്ങനൊരു വിവാഹ സംബന്ധമായ ചിന്തകൾ ഉടലെടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവർ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഇങ്ങനെ കാണുന്ന ആ ഒരു കാഴ്ച, ആ ഒരു കാര്യം തിരുഹിതമാണോ? അതിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? അതിലേക്കുള്ളൊരു ചിന്ത ഇങ്ങനെ പ്രകാശിച്ച് വരികയാണെങ്കിൽ വലിയ താമസം കൂടാതെ മാതാപിതാക്കളെ ആ വിവരം അറിയിക്കണം. അതുവഴി അവരുടെ ശുശ്രൂഷകനെ ആ വിവരം അറിയിക്കണം. മാതാപിതാക്കളെയും ശുശ്രൂഷകരെയും ലോകത്തെല്ലാവരെയും അറിയിക്കണമെന്നല്ല, മാതാപിതാക്കളെയും ശുശ്രൂഷകരെയും വിവരം അറിയിക്കണം. അവർ ദൈവസന്നിധിയിൽ ആ വിഷയം പ്രാർത്ഥിക്കും. ശുശ്രൂഷകനും തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആ വിഷയം ഉൾക്കൊള്ളും. അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവസഭയും മാതാപിതാക്കളും ഒത്തുചേർന്ന വിഷയത്തിൽ ഒരു ഉത്തരത്തിലേക്ക് എത്തി. അങ്ങനെ ഈ പറയപ്പെട്ട നിലയിൽ ആ യൗവനക്കാരൻ്റെ അല്ലെങ്കിൽ ആ യൗവനക്കാരിയുടെ വീട്ടിലേക്ക്, ഏത് സൈഡാണെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് അതിൻ്റെ ആലോചന കാര്യങ്ങളുമായിട്ട് കടന്നു എന്ന് സംസാരിച്ച് അതിലേക്ക് മുൻപോട്ട് പോകേണ്ടതാണ്. അതിന് പകരം വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ചുറ്റിക്കറങ്ങി നടക്കുന്ന രീതികൾ ദൈവവചനപ്രകാരം നമുക്ക് യോഗ്യമല്ല. അങ്ങനെ 12 കൊല്ലം ചുറ്റിക്കറങ്ങി നടന്നിട്ട് പിന്നെ ഏതെങ്കിലും ഉപദേശിയുടെ കൈക്കീഴിൽ നിന്നുകൊണ്ടുള്ള കല്യാണം നടത്തും. അന്നേരം ഉപദേശിമാരൊക്കെ അടിച്ചു വിടുന്ന വിടൽ കാണണം. എൻ്റെ ദൈവമേ, ഇതുപോലൊരു യോഗ്യ മണവാട്ടി, എന്നാ ശാലീനതയാണ്, എന്നാ സൗമ്യതയാണ്, ലജ്ജാശീലം വഴിഞ്ഞൊഴുകുകയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ ഈ കെട്ടിച്ചു വിടുന്നത്. ഇതൊക്കെ പറയാൻ പോകേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ തലമുറയിലെ യൗവനക്കാർ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ആ ആഴങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടകരമായൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ഒരു യൗവനക്കാരി അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ നമ്മൾ കണ്ടെത്തിയ കാഴ്ച എന്ന് പറയുന്ന യാഗപീഠത്തിൻ്റെ ഒരു കാഴ്ചയാണ്, ക്രൂശിൻ്റെ ദർശനമാണ്. അവിടെയാണ് നമ്മൾ ഉടയ്ക്കപ്പെട്ട് തകർക്കപ്പെട്ട് കടന്നു വന്നത്. പാപത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം നമുക്ക് ലഭിച്ചത്, പാപബോധത്താൽ പിടിക്കപ്പെട്ട് നമ്മൾ ദൈവസന്നിധിയിൽ വീണ് കരഞ്ഞ നിമിഷങ്ങൾ, ഏൽപ്പിച്ചു കൊടുത്ത നിമിഷങ്ങൾ. അടുത്ത പടിയാണ് നമ്മൾ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. വിശ്വാസ സ്നാനത്തിലേക്ക് അതൊരു ഗൗരവമായ സമർപ്പണാനുഭവമായിരുന്നു. അതൊരു യാഗമായിട്ടാണ് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നിട്ടിറങ്ങുകയാണ്, ക്രിസ്തുവിനെ ധരിക്കുകയാണ്. നുകത്തിൻ്റെ ഒരു സൈഡിൽ ക്രിസ്തുവും മറു സൈഡിൽ നാം ഓരോരുത്തരുമാണ്. അതിൽ യൗവനക്കാരനും യൗവനക്കാരത്തിയും ഒക്കെ ഓർത്തോണം, ഒരു സൈഡിൽ ഞാനാണെന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ മറു സൈഡിൽ നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ ആലോചന ആരോടാണ് ചോദിക്കേണ്ടത്? ഏതെങ്കിലും ചെറുക്കനെ കാണുമ്പോൾ അവനോടാണോ ആലോചന ചോദിക്കേണ്ടത്? ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ അവളോടാണോ ചോദിക്കേണ്ടത്? പകരം ആലോചനക്കാരൻ നമ്മോട് കൂടെയില്ലേ? ആലോചനക്കാരനായ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുകയാണെന്ന് മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വാസം ചെയ്യുകയാണ്. നമ്മൾ രക്ഷയിലേക്ക് വന്നു. അടുത്തപടി നമ്മൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വിവാഹ നിശ്ചയമാണ്, എൻഗേജ്മെൻ്റാണ്. 20 25 എത്രയാണോ അത്രയും വയസ്സായ ആൺകുട്ടി അല്ലെ പെൺകുട്ടി അവർ ഈ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ എൻഗേജ്മെൻ്റാണ് കഴിയുന്നത്. ആത്മമണവാളനായ ക്രിസ്തുവുമായിട്ടുള്ള എൻഗേജ്മെൻ്റ് അവിടെ കഴിയുകയാണ്. ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ വിവാഹം വരെ
ഇവിടെ ഇരിക്കുന്നതിൽ ഏറി പങ്കും വിവാഹിതരല്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വിവാഹം വരെയുള്ള ആ ഒരു സമയം, ഒരാഴ്ചയോ ഒരു മാസമോ അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾ, അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം. ചിലരുടെ കാര്യത്തിൽ ഇതൊന്നും പ്രായോഗികമല്ല. 10 മണിക്ക് എൻഗേജ്മെൻറ്റ്, 11 മണിക്ക് കല്യാണം, അങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ പരിപാടിയുണ്ട്. അവർക്കിതൊന്നും ബാധകമല്ല. അതൊന്നും ശരിക്കും വചനപ്രകാരമുള്ള ശരിയായ ഇടപാടല്ല. അതൊക്കെ ഒരുതരം എന്നാ പറയുക, ദൈവത്തെ കളിയാക്കുന്ന പരിപാടിയാണ്. ലീവ് കിട്ടില്ലേ? ലീവൊക്കെ ഉണ്ടാക്കുന്നേ. പെണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ലീവ് ഉണ്ടാക്ക്. ദൈവവചനത്തിൻ്റെ ചില വ്യവസ്ഥകളും കാര്യങ്ങളും ഇല്ലേ? ഈ കല്യാണത്തോടുള്ള ബന്ധത്തിൽ പബ്ലിക്കിനോട് ചിലത് പറയണ്ടേ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വിവാഹം വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ചർച്ചിൽ വിളിച്ചു കൊല്ലണ്ടേ? ചർച്ചിൽ ആ കുറിയൊക്കെ വായിക്കണ്ടേ? അത് വായിക്കണം. ഈ ഒരു ഗ്യാപ്പ് നമ്മളെന്താ കാണിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തെ അല്ലേ പബ്ലിക്കിന് മുമ്പാകെ വെളിപ്പെടുത്തുന്നത്? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പകരം നമുക്ക് യൗവനക്കാരത്തെ അടുത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കാം. അപ്പോൾ യൗവനക്കാരത്തിയുടെ എൻഗേജ്മെൻ്റ് അവിടെ കഴിയാണ്. എൻഗേജ്മെൻറ്റ് മുതൽ കല്യാണം വരെ, കല്യാണം എന്ന കാഹളം ധ്വനിക്കണം, അതുവരെയുള്ള ആ ഗ്യാപ്പിൽ ഈ യൗവനക്കാരനാകട്ടെ യൗവനക്കാരത്തി ആകട്ടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുള്ള ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആരാ? ക്രിസ്തു അല്ലേ? ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ഈ പറയപ്പെട്ട ചെറുക്കനെയോ ഈ പറയപ്പെട്ട പെൺകുട്ടിയോ ഒക്കെ അവിടെ കൊണ്ടുവന്ന് കയറ്റിയിരുത്തുന്നത്. വലിയ കാര്യമായിട്ട് നമ്മൾ കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെല്ലാം അങ്ങനെയല്ലെന്ന് വെച്ചാൽ അതേന്നേ, സെക്യുലർ ലോകത്ത് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഇതര ജാതി മതസ്ഥരായവർ, നാമധേയ ക്രൈസ്തവർ, അവരുടെ ഇടയിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ വേർപെട്ടവരോടുള്ള ബന്ധത്തിൽ, വേർപെട്ടവരുടെ ഇടയിൽ ഈ പ്രസംഗത്തിനൊന്നും ഇന്ന് വലിയ വാല്യൂ ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തെ വചനം വെച്ച് നിങ്ങൾക്ക് കണ്ണിക്കാൻ കഴിയില്ല. വചനം വെച്ച് അനങ്ങാൻ പറ്റില്ല. വചനം വെച്ച് കൃത്യതയോടെ പറയുന്നത്. ഏത് യൗവനക്കാരനാകട്ടെ യൗവനക്കാരത്തിയാകട്ടെ അവൾ രക്ഷയിലേക്ക് വന്നു. അടുത്തപടി സ്നാനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ സമർപ്പിത ജീവിതത്തിലേക്കാണ് വരുന്നത്. സ്നാനത്തിലേക്ക് വരുമ്പോൾ അവർ ബലിപീഠത്തിലേക്കാണ് വരുന്നത്. കത്തുന്ന യാഗപീഠത്തിലേക്ക് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സകല ജഡ ചിന്തകളും കരിഞ്ഞു പോകാൻ പാകത്തിന്, ജഡാഭിലാഷങ്ങളെയെല്ലാം മരിപ്പിക്കുമാർ, അതിനെയെല്ലാം കത്തിച്ച് ചാമ്പലാക്കുമാർ ബലിപീഠത്തിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ചിന്ത വേണേ വരാം, അപ്പോൾ യൗവനക്കാർക്ക് അങ്ങനെയൊന്നും പാടില്ലേ പാസ്റ്ററേ എന്നൊക്കെ വേണേൽ ചോദിക്കാം. അങ്ങനെ പാടണേ എന്നാ കുഴപ്പം? പാടാൻ മേലാന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആത്മീയ ജീവിതത്തിൽ പല സ്റ്റേജുകളില്ലേ? ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജഡികന്മാരുണ്ട്, അവിടെ ശിശുക്കളുണ്ട്, ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കുകയും മുതിർന്ന അനുഭവത്തിലേക്ക് വരുന്നവർക്ക് മാത്രം ബാധകമാണ്. ബാക്കിയുള്ളവർക്കോ, ശിശുക്കൾക്ക്, മുല കുടിക്കുന്നവർക്ക്, പാല് മാത്രം കുടിക്കുന്ന അവർക്കെങ്ങനെ ബാധകമാകും? അവർക്ക് ആരെ വേണേലും പ്രണയിക്കാം. കാരണം അവർ ക്രിസ്തുവിനെ സൈഡ് ലൈനാക്കും. അവർക്ക് ക്രിസ്തു അത്ര സീരിയസ് ആയ സബ്ജക്റ്റ് അല്ല. അവർക്ക് ക്രിസ്തു അത്ര സീരിയസ് ആയി സബ്ജക്റ്റ് അല്ലെന്നേ. അവർക്ക് ക്രൂശ് അത്ര ഗൗരവമായ വിഷയമല്ല. അവർ നോമിനൽ ക്രിസ്ത്യൻസ് ആണ്, പേരിന് ക്രിസ്ത്യൻസ് എന്നുള്ള നിലയിൽ പോകുന്നേ ഉള്ളൂ. മറ്റവരുടെ മജ്ജയിലും മാംസത്തിലൊക്കെ പിടിക്കപ്പെട്ടു അല്ലേ? മറ്റവരുടെ മജ്ജയിലും മാംസത്തിലൊക്കെ പിടിക്കപ്പെട്ട കത്തുന്നൊരു സ്നേഹമാണത്. ആ ഒരു ഫർവൻ ലവ് എന്നാണ് വായിക്കുന്നത്. കത്തുന്ന സ്നേഹം, അത് കത്ത് പിടിക്കുകയാണ് അല്ലേ? ആ സ്നേഹം അങ്ങനെ കത്ത് പിടിച്ച് ജ്വലിച്ചു നിൽക്കുകയാണ്. ആ സ്നേഹത്തിൽ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ആ യൗവനക്കാരനോ യൗവനക്കാരത്തിയോ എന്താ ചിന്തിക്കുന്നത്? ഈ ഭൂമിയിലെ ജീവിതത്തിൽ എനിക്കൊരു തക്ക തുണ ആവശ്യമുണ്ട്. ആ തക്ക തുണയെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. അതിനുവേണ്ടി എൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ, അല്ലെങ്കിൽ ഇനി മാതാപിതാക്കളില്ലെങ്കിൽ എന്താ, ശുശ്രൂഷകരുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസന്മാരുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസന്മാരില്ലാത്ത ആരുമില്ല. കർത്താവിൻ്റെ ദാസന്മാരില്ലാത്ത ആരുമില്ല ഉലകത്തിൽ. കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഉണ്ടെന്ന് ഏതെങ്കിലും വിധത്തിൽ. അവരിലൂടെയൊക്കെ സ്വർഗത്തിൽ ദൈവം ഇടപെടും, നമ്മുടെ കാര്യത്തിൽ പരിഹാരത്തിലേക്ക് കൊണ്ടുവരും. ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. സമയത്തിന് മുമ്പ് യാഗം കഴിക്കണ്ടേ, സമയത്തിന് മുമ്പ് പരിപാടികളൊന്നും ഒപ്പിക്കേണ്ട ആവശ്യമില്ലെന്നേ. എന്താ ഈ സമയത്തിന് മുമ്പ് ഞാൻ ഉദ്ദേശിച്ചത്? ശമൂവേൽ വരുന്നതിന് മുമ്പ് ശൗല് യാഗം നടത്തി കഴിഞ്ഞു. ആഹാ, എന്താ പുള്ളി പറഞ്ഞത്? അതായത് ശമൂവേലെ അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ യാഗം നടത്തിയത് ജനമെല്ലാം പിരിഞ്ഞു പോകുമല്ലോ, ജനമെല്ലാം ഇവിടെ കൂടി നിൽക്കുകയല്ലേ, താമസിക്കുകയും ചെയ്യുകയാണ്, 2 ഹല്ലേലൂയ 2 സ്തോത്രമൊക്കെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് കൈകാര്യം ചെയ്തതാണെന്ന് പുള്ളി പറഞ്ഞല്ലോ. അപ്പോൾ അത് ശമൂവേലിന് അനിഷ്ടമായി. ദൈവത്തിൻ്റെ കോപമാണ് അവിടെ വെളിപ്പെട്ടത്. ശൗലിൻ്റെ ചീട്ട് കീറിക്കളഞ്ഞെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ശൗലിൻ്റെ ചീട്ട് കീറിക്കളഞ്ഞു. അതുപോലെ പല യൗവനക്കാരത്തികളും അവിവേകത്തിലാണ്. അവർ സമയത്തിന് മുമ്പ് അവർ യാഗം നടത്താൻ പോവുക. ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ ആലോചനയോ ഒന്നുമില്ലാതെ അവർ സമയത്തിന് മുമ്പ് യാഗം നടത്താൻ പോവുക. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ 30-ാമത്തെ വയസ്സിലാണ് ഈ വിശ്വാസ വഴിയിലേക്ക് വന്നത്.
അതിനു മുമ്പ് ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്. എൻ്റെ യൗവനകാലം എന്ന് പറയുന്നത് അതിന് മുമ്പാണ്. ഞാൻ വിശ്വാസ വഴിയിലേക്ക് വന്നതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ രണ്ട് ക്ലൈമറ്റും എനിക്കറിയാം. എന്നെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കണ്ട. ഈ രണ്ട് ക്ലൈമറ്റും നല്ല ഭംഗിയായിട്ട് എനിക്കറിയാം. അതിന് മുമ്പുള്ള മനോഭാവവും അതിന് ശേഷം എൻ്റെ മനോഭാവവും രാത്രിയും പകലും തമ്മിലുള്ള അന്തരമാണ്. ഞാൻ എൻ്റെ 30ാമത്തെ വയസ്സിലാണ് കർത്താവിനെ കണ്ടെത്തിയത്, ഈ വിശ്വാസ വഴിയിലേക്ക് വന്നത്. അതിന് മുൻപുള്ള എൻ്റെ ജീവിതവും എൻ്റെ ചിന്തകളും എൻ്റെ ഇടപാടുകളും എൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇന്നെന്ന പോലെ അറിയാം. അതിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ചിന്താഗതികൾ, എൻ്റെ ഇടപാടുകൾ, കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എൻ്റെ സ്വഭാവവും എൻ്റെ ആ ഒരു ജീവിതവും എൻ്റെ ശൈലിയും ഞാൻ ഇന്നത്തെ അനേക പെന്തിക്കോസ്ത് യൗവനക്കാരിലും യൗവനക്കാരത്തികളിലുമാണ് കാണുന്നത്. എൻ്റെ ആ പഴയ സ്വഭാവം ഉണ്ടല്ലോ, എൻ്റെ ആ പഴയ ചിന്താഗതികൾ, എൻ്റെ ആ ഡീലിങ്സ്, എൻ്റെ സകല ഇടപാടുകളും അത് ഞാൻ ഇന്നത്തെ പെന്തിക്കോസ്ത് യുവതയിൽ കാണുന്നുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ച ചിന്തകളൊക്കെ ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ സറണ്ടർ ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള എൻ്റെ ചിന്തകൾ വിശുദ്ധമായിരുന്നു. തികച്ചും നിർമ്മലമായ ചിന്തകൾ. അയ്യോ, അശുദ്ധമായതൊന്നും വന്നിട്ടില്ലേ? അശുദ്ധമായ ചിന്തകളൊക്കെ വന്നതിനെയൊക്കെ വന്ന സ്പീഡിൽ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതൊന്നും തലയിൽ കൂടുകൂട്ടാൻ അനുവദിച്ചില്ലെന്നേ. കൂടുകൂട്ടി അവിടെ കുടിയിരിക്കാനൊന്നും അനുവദിച്ചില്ല. അത് ചിലതൊക്കെ വരും, മനുഷ്യനല്ലേ, നിശ്ചയമായും വരും. അതൊക്കെ വന്ന സ്പീഡിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ രണ്ട് കാലാവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്ന് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള എൻ്റെ യൗവനകാലം, ഒന്ന് ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള ഒരു കുറച്ച് കാലം കൂടി ഉണ്ടല്ലോ, ആ ഒരു കുറച്ച് കാലവും. ആ ഒരു കാലവും അത് രണ്ടും തമ്മിലുള്ള അന്തരം എനിക്ക് നന്നായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആ എന്നോടാ ചില ആൾക്കാർ വന്ന് പറയുന്നത്, ഞങ്ങളങ്ങനെ അവിടെ ഒരു ചെറുക്കനെ കണ്ടു, ഞങ്ങളൊരു പെണ്ണിനെ കണ്ടു, തോളത്ത് കൈയിട്ടു, ഞങ്ങളങ്ങനെ ഇങ്ങനെ പാട്ടും പാടി നടക്കുക എന്നൊക്കെ. നിങ്ങൾ എന്ത് ക്രൂശിൻ്റെ ദർശനമാണ് കണ്ടത്? നിങ്ങൾ എവിടെയാണ് സറണ്ടർ ചെയ്തത്? നിങ്ങൾക്ക് ക്രിസ്തു ആരാണ്? ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണോ? നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച്, ഏത് വിവാഹ? ഈ ടെമ്പററി വിവാഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തു എന്ന ആത്മമണവാളനുമായിട്ടുള്ള വേളിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഉയരത്തിൽ നടക്കാൻ പോകുന്ന വേളിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? അതാണോ എന്നും കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിഷയം? ഏറ്റവും ഗൗരവമായ ഗഹനമായ വിഷയം അതാണോ? മണവാളൻ കരം പിടിക്കാൻ പാകത്തിന് ഞാൻ യോഗ്യനായി തീരണം, അല്ലെ യോഗ്യനായി തീരണം? ഞാൻ യോഗ്യനായി തീരണം, അല്ലെ യോഗ്യയായി തീരണമെന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു വാഞ്ചയുമാണോ എന്നെ ഭരിക്കുന്നതും എന്നെ വഴി നടത്തുന്നതും? ആ ഒരു ചിന്തയാണോ എന്നെ ഭരിക്കുന്നത്? അതാണോ എന്നെ വഴി നടത്തുന്നത്? വലിയൊരു ചോദ്യമാണ് ഞാൻ യൗവനക്കാരുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇവിടെയുള്ള വലിയ വിഷയം എന്താണെന്നറിയാവോ? ഇവിടെയുള്ള വലിയ വിഷയം ഇത്രയേ ഉള്ളൂ. ശേഷം മനുഷ്യർ എന്തെല്ലാം കാണിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ യൗവനക്കാരും കാണിക്കുന്ന കാലമാണ്. ശേഷം മനുഷ്യരുടെ കല്യാണങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും നടക്കുന്നത്. പല കാര്യങ്ങളും, കല്യാണങ്ങളാകട്ടെ, പരിപാടികളൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ചോ. പല കാര്യങ്ങളിലും, വസ്ത്രധാരണം മുതൽ എല്ലാ കാര്യങ്ങളും. ഇവിടെയെല്ലാം ഞാൻ മുൻനിർത്തുന്നത് ക്രൂശിനെയാണ്. ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങളെ പറഞ്ഞു വരുമ്പോഴുണ്ടല്ലോ, അകത്ത് കൊളിയാൻ മിന്നും. ഉഴുതുമറിക്കപ്പെട്ട അനുഭവങ്ങൾ, വിത്തു വീഴ്ത്തപ്പെട്ട അനുഭവങ്ങളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക്, ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇനി മറ്റൊരാൾക്ക് വേണ്ടി ഹൃദയം കൊടുക്കാൻ പറ്റില്ലെന്നേ. ആണിനും പറ്റില്ല, പെണ്ണിനും പറ്റില്ല. അപ്പോൾ വിവാഹത്തോടുള്ള ബന്ധത്തിലോ അത് ദൈവം അനുവദിക്കുന്ന വഴിയാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്നാണ്. വിവാഹം എല്ലാവർക്കും മാന്യമായ കാര്യമാണ്. ആ മാന്യമായ കാര്യം ലീഗലി ദൈവഹിതപ്രകാരം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂർണ്ണ ഒരു തൃപ്തി ലഭിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവഹിതം എന്നുള്ള വിഷയം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണം, അല്ലെ മേലാൽ കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് വരണം. അതിനെ എത്രത്തോളം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായൊരു കാര്യം ഇമ്പോസിബിൾ. ദൈവഹിതത്തിന് വിരുദ്ധമായൊരു കാര്യം ഇമ്പോസിബിൾ. അതുപോലെ തന്നെയാണ് വിവാഹ വേദിയിലേക്കൊക്കെ വരുന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഞാനൊരു സമർപ്പിതയായവളാണെങ്കിൽ പബ്ലിക്കായിട്ട് ഞാൻ സഭയെ റെപ്രസെൻ്റ് ചെയ്ത് വരുമ്പോൾ, ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ഭയഭക്തിയിൽ കടന്നു വരണം.
നമ്മുടെ പിതാക്കന്മാരും കർത്താവിൻ്റെ അഭിഷിക്തന്മാരും ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ സ്നേഹിതർ അന്ന് വേണ്ട അങ്ങനെയുള്ള ആളുകളെല്ലാം ഉള്ള വേദിയിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടിക്ക് സ്വയം തിരിച്ചറിവ് വേണ്ടേ? ഒരു ആൺകുട്ടിക്ക് സ്വയം തിരിച്ചറിവ് വേണ്ടേ? ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് വരേണ്ടതെന്നൊക്കെ വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗൗരവം കൊടുക്കണ്ടേ? നമ്മുടെ കല്യാണങ്ങളൊക്കെ എത്രയോ ആർഭാടകരമായിട്ടാണ് നടക്കുന്നത്. എന്തിനാണ് ഇത്രയും ആർഭാടങ്ങൾ? ഏറിയാൽ 100 200 അതൊക്കെ മാക്സിമം എൻ്റെ നോട്ടത്തിൽ. ഏറിയാൽ 100 200 പേരെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അതിലപ്പുറമുള്ള ആളുകളെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. 100-ൽ താഴെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിത്തിരി കടന്നു പറയുക, 100 200 ആയാലും കുഴപ്പമില്ല. കല്യാണം ഒരിക്കലല്ലേ ഉള്ളൂ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഈ ഒരിക്കലുള്ള കല്യാണത്തിന് നമ്മൾ അടിച്ച് പൊളിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലായിട്ടൊരു കല്യാണം ഇനി നടക്കും. അതിനകത്ത് നിനക്ക് ഓഹരിയും പങ്കാളിത്തം ഉണ്ടാവില്ല. താങ്കൾ ഏത് കല്യാണത്തിനാണ് ഗൗരവം കൊടുക്കുന്നത്? ഈ ടെമ്പററി കല്യാണത്തിനാണോ അതെയോ വരാൻ പോകുന്ന പെർമനൻ്റ് കല്യാണത്തിനാണോ ഗൗരവം കൊടുക്കുന്നത്? പെർമനൻ്റ് കല്യാണത്തിനകത്ത് ഓഹരിയും പങ്കാളിത്തവും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇത്തിരി പിടിച്ചു പോകേണ്ടി വരും, ഇത്തിരി ചവിട്ടി പിടിച്ചു പോകേണ്ടി വരും. ശേഷം മനുഷ്യർ കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ പല മെസ്സേജുകളിലും മുൻപൊക്കെ പറഞ്ഞിട്ടില്ലേ, പെൺകുട്ടികളൊക്കെ വരുന്ന കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് അയ്യോഭാവം തോന്നും. ഈ 2 വയസ്സ് 1 വയസ്സായ കൊച്ചുങ്ങൾ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അതുങ്ങളെ ഉടുപ്പിച്ചിരിക്കുന്ന ആ തുണിയൊക്കെ ഊരി പറിച്ച് കളയും. അതൊക്കെ കളയും. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾക്ക് നാണോ മാനമൊന്നുമില്ല. ആ ഒരു പ്രായമാണോ 20 25 30 വയസ്സെന്നൊക്കെ പറയുന്നത്? പുസ്തകം എന്താ പറയുന്നത്? ലജ്ജാശീലത്തോടു കൂടി കടന്നു വരണമെന്നല്ലേ, യോഗ്യമായി വസ്ത്രം ധരിക്കണമെന്നല്ലേ. വിശേഷിച്ച് വിവാഹവേദിയിലേക്കൊക്കെ വരുമ്പോൾ വേറെ ആളുകളൊക്കെ ഇതെന്തിനാ ഈ പാസ്റ്റർമാരൊക്കെ പറയുന്നത്? ഈ രക്ഷിക്കപ്പെട്ട പെൺകുട്ടിക്ക് രക്ഷിക്കപ്പെട്ട ആൺകുട്ടിക്ക് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന ആലോചനക്കാരനില്ലേ? അവരെ പോകേണ്ടുന്ന വഴി പറഞ്ഞു കൊടുക്കുന്ന, ആലോചന പറഞ്ഞു കൊടുക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ടോ ഇവരൊക്കെ? ഏതെങ്കിലും വിധത്തിൽ ശ്രവിക്കുന്നുണ്ടോ? ദൈവത്തെ കളിയാക്കിയാണ് മെജോറിറ്റി പെൺപിള്ളേരും കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് പോകാനേ മനസ്സില്ലായി പോകുന്നു. കല്യാണത്തിന് വന്ന് നിൽക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ തലയുടെ പുറകിൽ, ഈ തലയുടെ പുറകിലുണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം കെണിപ്പിച്ച് പിടിപ്പിക്കും. വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണെന്നൊന്നും അറിയില്ല. അതിങ്ങനെ തൂക്കിയിട്ടിരിക്കും താഴേക്ക്. അതെന്തിനാ? തല മറക്കുകയാണത്രേ. അയ്യോ, ഭയങ്കര തമാശ. അതെന്തിനാ അങ്ങനെ തല മറിക്കുന്ന ഇത്ര കട്ടപ്പെട്ട്? അങ്ങനെ വചനമുണ്ടോ തല മറയ്ക്കണമെന്ന്? തലമറയ്ക്കണമെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? കുരുതിലേഖനത്തിലുണ്ടല്ലേ. കാത്തലിക്കിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ 2 രീതിയിൽ അവർ പരിഗണിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തലമറയ്ക്കാം, താല്പര്യമില്ലാത്തവർ മറയ്ക്കേണ്ട. അതേസമയം പൗരസ്ത്യ സഭകളെല്ലാം നിർബന്ധമായും സ്ത്രീകൾ തലമറയ്ക്കണം ദൈവസന്നിധി കടന്നു വരുമ്പോൾ. അതാണ് അവരുടെ നിഷ്കർഷ. പെന്തക്കോസ്തുകാരും അങ്ങനെ തന്നെയായിരുന്നു ഒരു കാലത്ത്. വളരെ സ്ട്രിക്റ്റായിട്ട് അതൊക്കെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ് എന്ന് പറയുന്ന മലവെള്ളം ഇതിനകത്തേക്ക് തള്ളിക്കയറി വന്നു കഴിഞ്ഞപ്പോൾ പെന്തിക്കോസുകാർക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. ന്യൂ ജനറേഷൻകാർ തലയിൽ മാത്രമല്ല മൊത്തത്തിൽ അവർക്ക് തുണി കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ അതിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മുടെ പെന്തിക്കോസിലെ പാസ്റ്റേഴ്സൊക്കെ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തലയുടെ പുറകിൽ ഇവിടെ ഒരു സാധനം നെറ്റ് പോലത്തെ താഴേക്ക് തൂക്കിയിടും. അതേസമയം എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ദൈവദാസൻ്റെ സഭയിലെ അദ്ദേഹത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ ഒരു സഹശുശ്രൂഷകനായ ഒരു യൗവനക്കാരൻ്റെ വിവാഹം, ആ യൗവനക്കാരൻ്റെ വിവാഹം ഞാൻ കാണാനിടയായി. അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരു വിസ്മയം തോന്നി. ഈ മറ്റ് കല്യാണങ്ങളിലെ പോലത്തെ ഒത്തിരി ഓട്ടം തുള്ളലും ചാട്ടവും ബഹളവും ഒന്നും അവിടെ ഉണ്ടായില്ല. ചില സ്ഥലത്ത് വലിയ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. അങ്ങനെയുള്ള വലിയ പരിപാടികളൊന്നും അവിടെ ഉണ്ടായില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നുപോയി. അപ്പോൾ ആ കെട്ടിക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന ആ രംഗത്തിൻ്റെ ഒരു പിക്ചർ എബി ഇപ്പോൾ നിങ്ങളെ കാണിക്കും. ആ പിക്ചർ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ പിക്ചറൊക്കെ കാണിക്കുന്നതിൻ്റെ പേരിൽ അവരെൻ്റെ പേര് കേസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കേസ് കൊടുത്താൽ കൊടുക്കട്ടെ. സൗരങ്ങൾ, ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുന്ന ആ മണവാട്ടി, അവളുടെ തലയിലിട്ടിരിക്കുന്ന തുണി ഈ നമ്മുടെ ഇന്നത്തെ പെന്തിക്കോസുകാരി പെണ്ണുങ്ങൾ ഇടുന്ന പോലെ ആകാശവും ഭൂമിയും കാണുന്ന നെറ്റൊന്നുമല്ല, തല മറയ്ക്കുകയാണ്. ആ പെൺകുട്ടി കൃത്യമായും തൻ്റെ തല മറയ്ക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തലയിൽ ആ തുണി ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ആകാശമൊന്നും ഇന്നലെ ഇടിഞ്ഞു വീണില്ല. അവിടെ കടന്നു വന്ന ആളുകളൊന്നും അവളെ പുച്ഛിച്ചില്ല. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഉള്ളിലൊരു സന്തോഷം തോന്നി. ആ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിയാണേലും അവളെ ഞാൻ പ്രദർശിപ്പിച്ചല്ലോ. അവളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവളെ ശ്ലാഘിച്ചുകൊണ്ടല്ലേ പറയുന്നത്. അവൾ ദൈവത്തെ ഭയപ്പെടുന്നവളാ. അവൾ ദൈവവചനം അനുസരിക്കാനായിട്ട് ഉത്സാഹിക്കുന്നു. ഈ നാട്ടിൽ കല്യാണം കഴിക്കുന്ന പെൺപിള്ളേർ പലതിനും ഒരു ബോധം പോലും ഇല്ലെന്നേ. പല വലിയ പഠിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ബോധമില്ലാതെ ഇതുങ്ങളെയൊക്കെ കെട്ടിക്കാൻ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം വായിക്കാൻ മേലേ. കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ.
സ്ത്രീ തൻ്റെ തല മറയ്ക്കണമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് അതിന് വിരുദ്ധമായൊരു അഭിപ്രായമുണ്ട്, ന്യൂ ജനറേഷൻ ആശയമാണ് നിങ്ങളുടെ തലയിലിരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഈ നെറ്റ് കെട്ടിത്തൂക്കുന്നത് എന്തിനാ? ഒരു നെറ്റും കെട്ടിത്തൂക്കേണ്ട, ഒന്നുമില്ലാതെ അങ്ങ് വരണം. അപ്പം നിങ്ങളുടെ പാസ്റ്റർ കെട്ടിച്ചേരില്ലെങ്കിൽ കെട്ടിക്കുന്ന പാസ്റ്റർമാർ വേറെ ഉണ്ടല്ലോ, അത് കൊള്ളാം. ഇവിടെ 100 കണക്കിന് പാസ്റ്റർമാർ ക്യൂ നിൽക്കുക കെട്ടിക്കാനായിട്ട്. അങ്ങനെയുള്ള പാസ്റ്റർമാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകണം, അവർ കെട്ടിച്ചു തരും. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയില്ല, തല മറയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള പാസ്റ്റർമാരുടെ കീഴിൽ കല്യാണം നടത്തണ്ടെന്നേ. നിങ്ങൾ നമ്മുടെ തങ്കുച്ചായൻ മോഡൽ അങ്ങനെയുള്ള പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത്തരക്കാരുടെ അടുക്ക പോയി കല്യാണം കഴിക്കണം. അപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. ഈ കണ്ട കാഴ്ചയിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആ പെൺകുട്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത് യോഗ്യമായിട്ടാണ്. വചനം അനുസരിക്കാനൊരു മനസ്സാണ് കാണിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അവർ വചനം അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആ പെൺകുട്ടി ഒരു പരിചയവുമില്ല, യാതൊരു പരിചയവുമില്ല. ഞാനിപ്പോൾ വീഡിയോയിലൂടെ കണ്ട ഒരു കാഴ്ചയുള്ളൂ. അത് വെച്ചിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ബുദ്ധിപദേശത്തിനായിട്ട് മേലാൽ കേൾക്കുന്നവർക്ക് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം വിവാഹിതരാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി വന്നിട്ട് വേണം കല്യാണം നടത്താൻ. എന്തായാലും ആ കാലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ ചിന്തയൊക്കെ നിങ്ങളെ ഭരിക്കട്ടെ, ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. അതായത് ദൈവ ഭയം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി ഒരിക്കലും അലക്ഷ്യമാക്കരുത്. നമ്മുടെ വസ്ത്രധാരണമാകട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആകട്ടെ. അതുപോലെ ചില കല്യാണങ്ങൾക്കൊക്കെ ഭയങ്കര കേക്ക് മുറിക്കലും ഭയങ്കര സർക്കസുകളും പിന്നീട് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇന്നലെ തന്നെയാണല്ലോ ആ കല്യാണം നടത്തിയപ്പോൾ ആ ദേവദാസൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനും അതുപോലെ കല്യാണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനും പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് നമ്മുടെ സഹോദരന്മാർക്ക് പലർക്കും അറിയില്ലെന്നേ ഉള്ളൂ. അവിടെ എന്താ പറയുന്നത്? സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും എല്ലാ അവസ്ഥയിലും അവനോട് ചേർന്നിരുന്നു കൊള്ളാം, അല്ലെ അവളോട് ചേർന്നിരുന്നു കൊള്ളാം എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ 10 കിലോയുള്ള കേക്കൊക്കെ മുറിക്കുമ്പോൾ കേക്ക് എന്താ വിളിച്ചു പറയുന്നത്? മധുരമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇവരുടെ ജീവിതം എന്നും മധുരതരമായിരിക്കട്ടെ എന്ന്. അങ്ങനെയല്ലെന്നേ നമ്മൾ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞത്. ഇവരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. ഇവരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. അവിടെ കയ്പിൻ്റെ അനുഭവങ്ങളുണ്ടാകും, മധുരത്തിൻ്റെ അനുഭവങ്ങളും ഉണ്ടായിരിക്കും. 24 മണിക്കൂറും മധുരമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രഹസനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അങ്ങനത്തെ പ്രഹസനങ്ങളുടെ ആവശ്യമുണ്ടോ? നോക്കണം, അല്പസമയം മുമ്പ് ഇവർ ദൈവസന്നിധിയിൽ ഉഭയസമ്മതം ഏറ്റുചൊല്ലി. ദൈവസന്നിധിയിൽ ഇവരുടെ പ്ലഡ്ജാണത്. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായവനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, തൻ്റെ വിശുദ്ധ സഭയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ പ്ലഡ്ജ് ചൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ വലങ്കരം കൊടുക്കുകയാണ്. വലിയവനായ ദൈവമാണ് അവരെ കൂട്ടിച്ചേർക്കുന്നത്. ഏദനിൽ ആദം ഹൗവ ദമ്പതിമാരെ കൂട്ടിച്ചേർത്ത വലിയവനായ ദൈവം തന്നെയാണ് അവരെ കൂട്ടിച്ചേർക്കുന്നത്. ഇതൊക്കെ ക്രിസ്തീയമായ ചിന്തകളാണ് സഹോദരങ്ങളെ. അവിടെയൊക്കെയാണ് നമ്മുടെ ദേവദാസന്മാർ പറയുന്ന മുപ്പരിച്ചേരുടെ അറ്റുപോയില്ലെന്നൊക്കെ. ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പലയിടങ്ങളിലും ദൈവമല്ല കൂട്ടി യോജിപ്പിക്കുന്നത്. അവരുടെ ജഡാഭിലാഷങ്ങളും മനസ്സിൻ്റെ താല്പര്യങ്ങളും ഒക്കെ പ്രകാരം ഓരോ വഴിക്കൊക്കെ ഓടി എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം ഒപ്പിച്ചുകൊണ്ട് വരും. അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന പാസ്റ്റർമാർ കെട്ടിച്ചും കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ചെന്ന് അവസാനിക്കുന്ന കച്ചേരിയിലായിരിക്കും. കച്ചേരിയിലാണ് പല പരിപാടികളും അവസാനിക്കുന്നത്. അതിനൊക്കെ ഇട വരാതിരിക്കണമെങ്കിൽ എന്താ നമ്മൾ ഈ മെസ്സേജിലൂടെ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? ഇത്രയേ ഉള്ളൂ. ദൈവഹിതത്തിനാണ് പ്രാധാന്യം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വന്ന ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവരുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലെയും നിയന്ത്രണം അഥവാ കർത്തൃത്വം നിങ്ങൾ എന്താ മറക്കുന്നത്? ക്രിസ്തുവിന് കർത്തൃത്വം കൈമാറിയ ദിവസമാണ് നിങ്ങൾ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ക്രിസ്തുവിന് കർത്തൃത്വം കൈമാറിയതാണ്. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം എന്താ? എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അതെല്ലാം എൻ്റെ ആത്മമണവാളനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ യൗവനക്കാരനോ യൗവനക്കാരത്തിക്ക് വേറെ താല്പര്യങ്ങളില്ലെന്നേ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അവർക്ക്. അവർ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ്. ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും റീഷഫിൾ ചെയ്തു. പല കാര്യങ്ങളെ പുറത്താക്കി ക്രിസ്തു അകത്തു വന്നു. ഇന്ന് നായകനും കേന്ദ്ര കഥാപാത്രവും ക്രിസ്തുവാണ്. എല്ലാ കാര്യത്തിലും അവനെ മുൻനിർത്തിക്കൊണ്ടാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ പരപുരുഷന്മാർക്കോ പരസ്ത്രീകൾക്കോ ഒന്നും ഒരു സ്ഥാനമില്ല. അവരുടെ ജീവിതത്തിൽ ഒരാളെ അനുവദിക്കും, ഒരു സ്ത്രീയോ ഒരു പുരുഷനെയോ അനുവദിക്കും. അത് സഭയുടെ അനുവാദത്തോടെ ദൂതന്മാരുടെ പ്രസൻസിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത്. അവിടെയാണ് മുപ്പരിച്ചേരുടെ അറ്റുപോകില്ലെന്നൊക്കെ നമ്മൾ പറയുന്നത്.
ചുമ്മാ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മുപ്പിരിച്ചരടിൻ്റെ കഥയൊന്നും പറയരുത്. അത് കണ്ണീരും കയ്യുമായിട്ടേ പോവുകയുള്ളൂ. അത് നിശ്ചയമായിട്ടും അങ്ങനെയൊക്കെ തന്നെയേ സംഭവിക്കുകയുള്ളൂ. അതേസമയം ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അത് ശുഭമായി തീരും. ആദ്യം വരെ അത് ഭംഗിയായ നിലയിൽ മുൻപോട്ട് പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. ഇവിടെ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. ദൈവം അനുവദിക്കുന്ന പോലെ പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ട് യൗവനക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ആ സമയത്ത് ആ കാര്യങ്ങളിലേക്ക് വീണ്ടും കടന്നു വരാം. ആ കാര്യങ്ങളെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അവിടുത്തെ വരവ് താമസിച്ചാൽ, അവിടെ നിന്ന് അനുവദിച്ചാൽ പിന്നെയും ആ വിഷയങ്ങളൊക്കെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളൊരു ചിന്ത എന്നെ ഇപ്പോഴും ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേൾക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തുടക്കം മുതൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളെ പറഞ്ഞു. നമ്മൾ ആരംഭിച്ച സമയത്ത് നമ്മൾ അബ്രഹാമിനെ മുൻനിർത്തി കുറേ കാര്യങ്ങളെ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നത്തേതിൽ മുൻപോട്ട് വന്നപ്പോൾ കൊരിന്ത് ലേഖനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ പഴയ അവസ്ഥ എന്തായിരുന്നു, നമ്മളെ എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന എത്ര മഹത്തരമായ അനുഭവത്തിലാണ്, ഇവിടെയെല്ലാം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകേണ്ടവരാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നാമും നമ്മുടെ തലമുറകളും ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ അവൻ്റെ പ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ യൗവനക്കാരെ എല്ലാം അതിനായിട്ട് പ്രാപ്തരാകട്ടെ. അവരെല്ലാം മാതൃകയുള്ളവരായി, അവരെല്ലാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവഹിതപ്രകാരം പോകുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.